ശ്രീനാഥ് നമ്മുടെ എനിക്കൊരു ഏത് പാട്ടിൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് പിടിക്കേണ്ടത്? വിജയദളപതി ശ്രീനാഥിന്റെ ഇഷ്ടത്തിന് കൊടുക്കാം. സുറുമ എഴുതിയ മിഴികളെ. ഓക്കെ, നമുക്കൊരു മലയാളത്തിന്റെ വലിയ ക്ലാസിക് സോങ് തുടങ്ങാം. ഓക്കെ, നമ്മൾ ആ പാട്ടിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ശ്രീനാഥ്, ഞാൻ പ്രേക്ഷകരോട് നമ്മൾ പറയുമായിരുന്നു, ശ്രീനാഥ് ഈ റിയാലിറ്റി ഷോകളിലൂടെ സംഗീത സംവിധാന രംഗത്തേക്ക് വന്ന ആളാണല്ലോ. അതെ അതെ. ആ വരവ് എങ്ങനെയായിരുന്നു, ചുരുക്കി ഒന്ന് പറഞ്ഞാൽ? ആ വരവ് വളരെ ബുദ്ധിമുട്ടുള്ള വരവായിരുന്നു, അത്ര പെട്ടെന്നുള്ള വരവായിരുന്നില്ല. ആദ്യം വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടാൻ വേണ്ടി കുറേ എല്ലാ സംഗീത സംവിധാനത്തിനും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ചാൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷോസ് ധാരാളം നടക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പാട്ട് പാടാൻ ചാൻസ് കിട്ടാത്തപ്പോൾ അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതെൻ്റെ സുഹൃത്തുക്കളൊക്കെ കേട്ട് കൊള്ളാമെന്ന് തോന്നിയ സമയത്താണ് കുട്ടനാടൻ ബ്ലോഗ് എന്ന മമ്മൂക്ക സിനിമയിലേക്ക് ആദ്യമായിട്ട് സംഗീത സംവിധാനമായിട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സുറുമ എഴുതിയ മിഴികളിൽ തുടങ്ങാം. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. സുറുമയെഴുതിയ മിഴികളെ. ശ്രീനാഥ്, ഈ സുറുമ എഴുതിയ മിഴികൾ ബാബുരാജ് പാടുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേട്ടിട്ടുണ്ട്. ബാബുരാജ് പാടുമ്പം വേറൊരു റേഞ്ച് ആണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ശ്രീനാഥ് സംഗീതം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾ ഈ സംഗീത സംവിധായകർ പറഞ്ഞു കൊടുക്കുന്നവർക്കൊക്കെ തന്നെയാണോ പാട്ടുകാർ പാടുന്നത്? ഇല്ല, നമ്മൾ എപ്പോഴും ഇപ്പം ഞാൻ പാട്ടുകാരനായതുകൊണ്ട് അങ്ങനെ സംഗീത സംവിധായകനായതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന രീതിക്ക് മാക്സിമം പാടി വയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആ മാക്സിമം പാടുന്നതിൽ നിന്നും എന്തായാലും നമ്മുടെ പാട്ടുകാർ അതിൽ കൂടുതൽ പാടും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്ന പാട്ടുകാരെല്ലാവരും ഞാൻ പാടി വെച്ച റെഫറൻസിൻ്റെ അതിനേക്കാളിലും നന്നായിട്ട് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചില സംഗീത സംവിധായകരൊക്കെ ഈ മനോധർമ്മമൊന്നും പ്രയോഗിക്കേണ്ടെന്ന് പറഞ്ഞു കളയും. ഇപ്പോൾ ദേവരായ മാഷൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടിട്ടുള്ളൂ. അങ്ങനെ മനോധർമ്മമൊന്നും അധികം വേണ്ട എന്ന് പറയുന്ന സംഗീത സംവിധായകരും ഉണ്ട് അല്ലേ? അതെ, ഉണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്നേക്കാൾ വയസ്സിന് മുതിർന്നവരും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് എൻ്റെ പാട്ടുകൾ പാടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് പറയാത്തക്ക രീതിയിലുള്ളൊരു കാര്യം കൂടുതലും ഞാൻ ചെയ്തിട്ടില്ല. കാരണം അവരെല്ലാവരും ശരി അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് വളരെ നന്നായി തന്നിട്ടുണ്ട്. എനിക്കൊരു 10-12 വർഷമല്ലേ, 14 വർഷമായിട്ട് സ്റ്റേജ് ഷോകൾ സജീവമായി. 14-15 വർഷമായിട്ട് സ്റ്റേജ് ഷോയിൽ സജീവമാണ്. ഈ സ്റ്റേജ് ഷോയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏത് പാട്ടാണ് ശ്രീനാഥിനോട് ആവശ്യപ്പെടുന്നത്? ഇല്ല, എല്ലാവരും ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഷോകളുടെ ഒരു കാര്യം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അടിപൊളി ആയിട്ടുള്ള രീതിയിൽ ഒരു പാട്ടോ 2 പാട്ടോ കഴിയുമ്പോഴത്തേക്ക് തന്നെ അടിപൊളി പാട്ടുകൾ എന്ന് പറയുന്നൊരു തരത്തിലുള്ള ജനറേഷനും അല്ലെങ്കിൽ ആസ്വാദകരാണ് കൂടുതലായിട്ടും. ഇപ്പം വലിയൊരു മാസ് ഓഡിയൻസ് എന്തായാലും അങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ പക്ഷേ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മെലഡീസും സെമി ക്ലാസിക്കലൊക്കെ അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പാടാറുണ്ട്. അപ്പം നന്നായിട്ട് പാടുകയാണെങ്കിൽ ജനങ്ങളത് നല്ല രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ഒരു അടിപൊളി പാടുമ്പം അവർ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കിതിപ്പോൾ 14th ആനിവേഴ്സറി ആയതുകൊണ്ട് നമുക്ക് ഈ മെലഡീസിനൊപ്പം തന്നെ ഒരു അടിപൊളി ഗാനം കൂടി ആവാൻ തോന്നുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ആവും.
യെസ്. ഞാനപ്പോൾ അപ്പോൾ നേരത്തെ പറഞ്ഞത് അരുൺ സാർ പറഞ്ഞ പോലെ ദളപതി സോങ് തന്നെ പറഞ്ഞ ഒരു അടിപൊളി പാട്ട് എല്ലാവർക്കും വേണ്ടി. ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டி கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி கரெக்டா கெட்டி பொங்க வச்சா காளியதா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா ஓடியோதே கலந்து வச்சு பிடிக்க பிடிக்க விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்புகள் முடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் ஆடுங்கடா என்ன சுத்தி ஐயனாரு வெட்டி கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பொத்தி பச்சை புள்ள பிஞ்சு விரல் 5க்கும் 10க்கும் வேலை செஞ்சா முந்தானையில் துளி கட்டும் தாய்மாரே நீ கொஞ்சம் தள்ளி வச்சா பாத்தா உன்ன மண்ணி பாலா தாய்பால் உனக்கு கொக்கோ கோலா தாயும் செய்யும் 2 கண்ணு கால தொட்ட பூஜை பண்ணு தீபந்தம் இருக்கு தீண்டாமை கொளுத்து இதுதான் என் கருத்து அடி உதயம் கலந்து வச்சு பிடிக்க பிடிக்க பிரிந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்புகள் முடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் அடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டி கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி.